ഇവിടെ ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് സംസാരിച്ച സമയത്ത് തുടക്കത്തിൽ എനിക്ക് ഒന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാവും ഒരു പ്രയോഗം നടത്തേണ്ടായി. ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ലല്ലോ എന്ന് അത്രമാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ വ്യക്തമാണ്. അപ്പൊ ഞാൻ മറുപടി പറയുമ്പോൾ അതിൽ നിന്ന് അങ്ങ് തുടങ്ങാം എന്ന് കരുതുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇസ്ലാം മത ആരാധനാലയങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനെ കുറിച്ച്, മുസ്ലിങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുന്നതിനെ കുറിച്ചൊക്കെ യൂത്ത് ലീഗ് നേതാവിന് വല്ല സംശയവും ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമുണ്ട്. എന്നെ വിശ്വസിക്കേണ്ട, അങ്ങയുടെ സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ചൈന സന്ദർശിച്ച ശേഷം അവിടെ കണ്ട അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ അദ്ദേഹം മാധ്യമം പത്രത്തിന്റെ വരാന്ത പതിപ്പിൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചാൽ അങ്ങയുടെ എല്ലാ സംശയവും തീരും. എന്നിട്ട് വല്ല സംശയവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത്തരം സമീപനം, ഇത്തരം വിശ്വാസങ്ങളോടും ആരാധനാലയങ്ങളോടും വിശ്വാസികളോടുമുള്ള സമീപനത്തെക്കുറിച്ച് അങ്ങയുടെ മൺമറഞ്ഞ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിട്ട് വളരെ വിശദമായി തന്നെ യാത്ര എന്ന പേരിൽ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പുത്രൻ ബഹുമാന്യനായ ശ്രീ MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഒലീവ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഞാൻ ഈ പ്രയോഗം വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക്